ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 4 ശ്ലോകം 5. വിസ്ഫുടാവയവഭേദസുന്ദരം ത്വദ്സുചിരശീലനാവശാത് അശ്രമം മനസി ചിന്തയാമഹേ ധ്യാനയോഗനിരതാസ്തുതാശ്രയാ. സാരാംശം. ധ്യാനയോഗമാണ് ഈ ശ്ലോകത്തിലെ മുഖ്യ വിഷയം. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ ധാരണ ശരിയായി കൃത്യമായി അനുഷ്ഠിച്ചാലേ ധ്യാനം സഫലമാവുകയുള്ളൂ. ധ്യാനവും ധാരണയും തമ്മിൽ വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. ധ്യാനം എന്നാൽ പരസഹായം കൂടാതെ ഏകാഗ്രതയോടെ ഒരേ വിഷയത്തിൽ അല്ലെങ്കിൽ ഒരേ വസ്തുവിൽ ശ്രദ്ധയർപ്പിച്ചു നടത്തുന്ന ഉപാസനയാണ്. ലളിതമായി പറഞ്ഞാൽ ഒരു വിഷയത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടാതെയും മനസ്സിൽ വ്യതിചലിക്കാതെയും നടത്തുന്ന ഒരു അഭ്യാസം. ഇന്ദ്രിയങ്ങളെ എല്ലാ പ്രപഞ്ച വിഷയത്തിൽ നിന്നും മാറ്റി നിർത്തി മനസ്സിനെ ഏകാഗ്രമാക്കി നിരന്തരമായ ഉപാസനയാൽ കിട്ടുന്ന അനുഭൂതി അവാച്യമാണ്. അതനുഭവിച്ചവർക്കേ അതിനെപ്പറ്റി കൂടുതൽ പറയാൻ പറ്റൂ. ഭഗവത് ധ്യാനത്തിലൂടെയാണ്, അതിൽ നിന്നും ലഭിച്ച അറിവിലൂടെയാണ് വ്യാസമഹർഷി ഭാഗവതവും മറ്റും രചിച്ചത്. ഇവിടെ ഭട്ടതിരിപ്പാട് ധാരണാ പരിശീലനത്തിലൂടെ അവ്യക്തമായിരുന്ന ഭഗവാന്റെ രൂപം കൂടുതൽ തെളിഞ്ഞ് വ്യക്തമായി മനസ്സിലുറപ്പിക്കാനായിട്ട് ധ്യാനയോഗം പരിശീലിക്കാമെന്നാണ് ഭഗവാനോട് പറയുന്നത്. കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവത് രൂപം അസ്ഫുടമായിരുന്നു എന്നുവെച്ചാൽ അവ്യക്തമായിരുന്നു. ആ അസ്ഫുടത്തെ വിസ്ഫുടമാക്കി വ്യക്തമാക്കി മാറ്റാനാണ് ധ്യാനയോഗത്തിലേക്ക് ഭട്ടതിരിപ്പാട് കടക്കുന്നത്. ധ്യാനയോഗത്തിലൂടെ എല്ലാം മനസ്സിലാക്കി ഉറപ്പിക്കാൻ പറ്റും. ഭഗവത്ഗീതയിൽ ഭഗവാൻ ലോകർക്കു വേണ്ടി അർജുനനോടെന്ന പോലെ പറഞ്ഞത് ഭട്ടതിരിപ്പാടിന് ഓർമ്മയുണ്ട്. ആ വഴിയിലൂടെ പോയി തൻ്റെ രോഗശമനം വരുത്താനാണ് ഭട്ടതിരിപ്പാട് ശ്രമിക്കുന്നത്. അതെന്തെന്നാൽ മയ്യേവ മന ആദൽസ്വ മയി ബുദ്ധിം നിവേശയ നിവസിശ്വസി മയ്യേവ അത് ഊർധ്വാന സംശയ. മനസ്സിനെ എന്നിൽ തന്നെ നിലനിർത്തുക, സ്ഥിരമായി എന്നിൽ തന്നെ ബുദ്ധിയെ ഉറപ്പിക്കുക. എന്നാൽ പിന്നീട് നിനക്ക് എന്നിൽ തന്നെ വസിക്കാനിടയാകും, ഒരു സംശയവും വേണ്ട. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.